നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇന്ന് പ്രേക്ഷകർക്കൊപ്പം ഞാൻ അനുഗ്രഹീതരായ രണ്ട് ഗായകരെയാണ്, ചലച്ചിത്ര പിന്നണി ഗായകരെയാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതരായ രണ്ട് വ്യക്തികളാണ്, അക്ബർ ഖാനും അതുപോലെ രണ്ടുപേരും വളരെ ഫേമസ് ആണ്. സ്റ്റേജിലും അതുപോലെ തന്നെ ചാനലിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ള രണ്ടുപേരാണ്. എന്തുണ്ട് പെരുന്നാൾ വിശേഷങ്ങൾ? മൂത്താള് അത് മനഃപൂർവ്വം പറയുന്നതാണ്. അപ്പൊ അവന് ചെറിയതാന്ന് തോന്നിക്കുമല്ലോ, എന്തെങ്കിലും കിട്ടണ്ടേ, എന്തെങ്കിലും കിട്ടാം. ഇവിടെ തന്നാലുള്ളതാണ്. സ്റ്റാർട്ടിംഗ് പെരുന്നാളായിട്ട് ഇതും പറയല സന്തോഷമുള്ള ദിവസമാണ്. ഇന്നിപ്പോൾ എല്ലാവരും നൊയമ്പെല്ലാം കഴിഞ്ഞ് ഒരു മാസത്തെ വ്രതം കഴിഞ്ഞ് എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം. ആ ദിവസം തന്നെ ജയ്ഹിന്ദിൻ്റെ അതിഥികളായിട്ട് എത്താൻ കഴിഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷം. അതിലുപരി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീണ്ടും ഇപ്പോൾ കുറച്ച് യാത്രകൾ കഴിഞ്ഞ് വന്നാണ് ഞങ്ങൾ ഒരുമിച്ച്. ആ പ്രോഗ്രാമിൻ്റെ യാത്രയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ജയ്ഹിന്ദിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈദ് ആശംസ നേരുകയാണ്. എൻ്റെ കൂടെ തന്നെ ഒരു അടിപൊളി പെരുന്നാൾ ആവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ശരി, അപ്പോൾ പിന്നെ പെരുന്നാളാകുമ്പോൾ പെരുന്നാൾ പാട്ടില്ലാതെ എങ്ങനെയാണല്ലേ? അപ്പോൾ ആദ്യം ഒരു പെരുന്നാൾ പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ, 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. വേറെ ലെവൽ. അപ്പോൾ റംസാനാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ്? ഇന്നത്തെ റംസാൻ സ്പെഷ്യൽ എല്ലാ തവണത്തെ പോലെ പ്രോഗ്രാം ആയിരിക്കാം. റംസാന് സാധാരണഗതിയിൽ നമ്മൾ പാട്ടുകാർക്ക് പൊതുവെ പ്രവാസികളുടെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒന്നെങ്കിൽ നാട്ടിൽ അല്ലെങ്കിൽ പുറത്ത്, കൂടുതലും നമുക്ക് പ്രവാസികളുടെ, കാരണം അവർക്ക് ഇതിന് ഒരു 3 ദിവസത്തെ ലീവ് അടുപ്പിച്ച് കിട്ടുന്നതായിരിക്കുള്ളൂ. അപ്പോൾ അവർ ഇപ്പോൾ ദുബായ് ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, അബുദാബി ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും അവർ ആ ഒരു ഹോളിഡേ അവർ ഈ പെരുന്നാൾ പ്രോഗ്രാം വെച്ചിട്ട് നമ്മളെ പോലെയുള്ള കലാകാരന്മാരെ നാട്ടിലെ ഓണം പോലെ തന്നെയാണ്. മാസങ്ങളാണല്ലോ, ഒരു 2-3 മാസം. ഇനി ഒരു ന്യൂ ഇയർ ഒരു ദിവസം ഓണമാണെങ്കിൽ ഒരു പരിധിവരെ നാട്ടിനേക്കാൾ കൂടുതൽ ആഘോഷിക്കുന്ന നാട്ടിൽ ഇന്ന് കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നാട്ടിലോ ഇല്ല, നാട്ടില് സെലിബ്രേഷൻ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. പുറത്തുള്ള സെലിബ്രേഷൻ വെച്ച് നോക്കും. അപ്പൊ നമ്മള് ഓണൊക്കെ ശരിക്കും ക്രിസ്മസ് വരെ ഉണ്ടാവും. പെരുന്നാൾ ഇനിയിപ്പോ അടുത്ത മെയിൻ സെലിബ്രേഷൻ വരുന്ന വരെ പെരുന്നാളാണ്. എന്തെങ്കിലും ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും? ഏതെങ്കിലും സ്റ്റേജ് രണ്ടുപേർക്ക് ഷെയർ ചെയ്യാൻ പറ്റും? നല്ല എക്സ്പീരിയൻസ് നിനക്കായിരിക്കും. നമ്മള് സ്റ്റേജ് ഷോയ്ക്ക് എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇപ്പൊ ഇവരൊക്കെ ഇപ്പോൾ ഉള്ള ഷോ പോലെ തന്നെ ഒരു ഇരിക്കണം. നമ്മുടെ പീർ മുഹമ്മദ് മുതൽ അല്ലെങ്കിൽ നമ്മുടെ എരിഞ്ഞോളി മൂസക്ക, അവരൊക്കെ ഇപ്പം കണ്ണൂർ ഷെരീഫ് വരെ എനിക്ക് തോന്നുന്നു കണ്ണൂർ ഷെരീഫൊന്നും നാട്ടിലൊരു പെരുന്നാൾ കൂടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അവരൊക്കെ ആളെ ആക്ച്വലി ഞങ്ങൾ കളിയാക്കാറുണ്ട്. കണ്ണൂർ ഷെരീഫ് ഖാൻ എങ്ങനെ കളിയാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ലീവിലാണ് നാട്ടിലേക്ക് വരിക. അത്രയും ഫുള്ള് പ്രവാസികളുടെ പ്രോഗ്രാം ഫുൾ ഗൾഫിലായിരിക്കും. നമ്മളൊക്കെ അത്രയും ഒരുപാടിലേക്ക് പോലും അവരെ പോലെ അവരെ കണ്ടാണ് നമ്മളും സ്റ്റേജ് ഷോ ചെയ്യുന്നത്. എങ്കിലും എല്ലാ ഇപ്പം ഞാൻ പറഞ്ഞ ഇത് പെരുന്നാളായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഓണത്തിനും എല്ലാം, ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും ഏറ്റവും കൂടുതൽ ഷോസ് തന്നെ ആയിരിക്കും എല്ലാം ചെയ്യുന്നത്. എക്സ്പീരിയൻസ് അങ്ങനെ തന്നെ ഒരുപാട് കുറേ ഓർമ്മകളുണ്ട്. അപ്പോൾ അത് എന്താ പറയാ, അല്ല നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ ജയ്ഹിന്ദില് ഞാൻ വരുന്നത് തന്നെ ജയ്ഹിന്ദിലെ മാപ്പിളപ്പാട്ട് അല്ല അതിലൂടെയാണ് വരുന്നത്. അപ്പൊ അതിനകത്ത് ജഡ്ജായിട്ടുണ്ടായിരുന്നത് VM കുട്ടി മാഷ് മരണപ്പെട്ടുപോയി. പിന്നെ പീറൊക്കെ ഒരു വട്ടം വന്നിരുന്നു. പിന്നെ റംലത്ത മരണപ്പെട്ടു. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം കണ്ടസ്റ്റൻ്റായിട്ട് ഞാൻ അതിനകത്ത് വന്നു. അതിന് ശേഷം പിന്നെ ഈ പറയുന്ന ആൾക്കാരൊക്കെ ആയിട്ട് പെരുന്നാൾ പ്രോഗ്രാമിന് നമ്മൾ ഇവരൊക്കെ ആയിട്ട് ആ സ്റ്റേജിൽ കൂടുന്ന പിന്നെ മൂസക്ക ഇവർ ജഡ്ജായിട്ടിരുന്ന പരിപാടികളിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് പോയിട്ട് അവരുടെ കൂടെ അവര് പിന്നെ നമ്മൾ അത് ഭയങ്കര അത് വലിയൊരു പ്രിവിലേജ് ആണ്. അത്രയും സപ്പോർട്ട് തരൂട്ടാ. മാപ്പിളപ്പാട്ടുകളുടെ വേരിയേഷൻ തന്നെ ഒരു കാലഘട്ടം അപ്പുറം ഒരു കാലഘട്ടം ഇപ്പുറമാണ്. ശരി, കഴിഞ്ഞ ഒരു 20 വർഷം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു റിയാലിറ്റി ഷോസിന്റെ ഒരു
കുത്തൊഴുക്ക് തന്നെയായിരുന്നു അല്ലേ? മൈലാഞ്ചി അത് ഇതെന്ന് പറഞ്ഞ് കുറേ ഞാൻ എല്ലാത്തിലും പങ്കെടുത്തു. കാരണം എൻ്റെ സ്റ്റേജ് ഫിയർ ഒരു പരിധി വരെ പോവാൻ അല്ല ഫസ്റ്റ് ഷോ ജയ്ഹിന്ദിലെ ഷോ മാപ്പിളപ്പാട്ട്. കാരണം അതെൻ്റെ ആദ്യത്തെ ഞാനും 2010 ഉണ്ടായിരുന്നു റിയാലിറ്റി ഷോ ഒരുമാതിരിപ്പെട്ട മാപ്പിള അല്ലെങ്കിൽ ഷോ. അത് ഈ പറഞ്ഞ പോലെ തന്നെയാ, ഇങ്ങനെ ഇരുന്ന് പാടി കഴിയുമ്പോൾ സ്റ്റേജിൽ നമുക്ക് പേടിയില്ല, പക്ഷെ റിയാലിറ്റി ഷോയിൽ ജഡ്ജസിന് ഇത്ര വലിയ ആളോട് തെറ്റും പാടാണ് ഇവരുടെ മുമ്പിൽ പാടുമ്പോൾ നമ്മൾ അത്യാവശ്യം പേടിക്കാം. ഒരു പരിധി വരെയൊക്കെ ഒളിച്ചു നിൽക്കും. ഇപ്പൊ സ്ഥിരമായിട്ട് ഇപ്പൊ സാരിച്ചായിട്ട് ഗ്രൂമറൊക്കെ ആയിട്ടൊക്കെ വരെ. അതാണ് ഞാൻ ഇപ്പോൾ റിയാലിറ്റി ഷോ ഒരു കണ്ടസ്റ്റന്റ് ആയി, അതിനുശേഷം പിന്നെ ഇപ്പൊ ഗ്രൂമർ, ജഡ്ജ്, അങ്ങനെ പൊസിഷൻസ് ഹയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? വേണ്ടാത്തതിനാണ് ആവശ്യമില്ല. നമ്മള് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് ഇതിൽ നടക്കുന്നത് നമുക്ക് എനിക്കും അറിയില്ല. അതായത് എങ്ങനെയാണ് ഇത് ഈ അവസരങ്ങൾ വരുന്നതെന്നുള്ളത് നമുക്കും വലിയ ധാരണ ഒന്നുമില്ല. പക്ഷെ നമുക്കൊരു ഇപ്പൊ ഈ പറയുന്നത് പോലെ ചിത്ര ചേച്ചിയെ പോലെയുള്ള ജഡ്ജിങ് പാനലിൽ നമ്മൾ ഒരു മെന്റർ ജൂറിയായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ പ്രിവിലേജാണ്. കാരണം അതങ്ങനെ ഒരു പക്ഷേ ഒരുപാട് കഴിവുണ്ടായതുകൊണ്ടോ അതല്ലെങ്കിൽ ഒരുപാട് നമ്മളൊരുപാട് വെൽത്ത്, നമ്മൾ ഒരുപാട് റിച്ച് ആയതുകൊണ്ടൊന്നും അല്ല. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടിക്കൊള്ളുന്നില്ല. ലിറ്ററലി 100% ഭാഗ്യമാണ്. മെയിനായിട്ട് കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ അല്ലെങ്കിൽ ആരായാലും ചെയ്യേണ്ടിരുന്നത്. അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സാണ് വരുന്നത്. പറഞ്ഞു വരണത് ഈ മാപ്പിളപ്പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത്. നമ്മളൊക്കെ തുടങ്ങും. നമ്മളുടെ ഞങ്ങൾക്കൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേജ് ചെന്ന് കഴിഞ്ഞാൽ മാപ്പിളപ്പാട്ട് നമ്മൾ കൂടുതൽ ചെയ്യുന്ന മാപ്പിളപ്പാട്ടായിട്ടല്ല, എങ്കിലും സ്റ്റേജ് ഷോയിൽ ഇപ്പോൾ എല്ലാ ഫിലിം സോങ്ങിന്റെ കൂടെ തന്നെ മാപ്പിളപ്പാട്ട് പോകും. ഇനിയിപ്പോൾ മാപ്പിളപ്പാട്ട് ഷോ ആണെങ്കിൽ അത് മാപ്പിളപ്പാട്ട് ഷോ ആയിട്ട് ചെയ്യാൻ പറ്റും. സിനിമാ ഗാനാണെങ്കിൽ സിനിമാ ഗാനായിട്ട് നമ്മൾ എല്ലാ പാട്ടുകളും എല്ലാ ഷോയും ചെയ്തുകൊണ്ട് എല്ലാ ജോണറിൽപ്പെട്ട പാട്ടും നമുക്ക് പാടാൻ പറ്റും. അതൊരു കോൺഫിഡൻസ് തരുന്ന സംഭവം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട് കൂടെ കേട്ടാൽ. മിനുമിനെ മിന്നണ പൂങ്കിളി മുഞ്ചിൽ കനീവളാണോ, ഉടല് തിളങ്ങണ പൂങ്കിളി 14 രാവാണോ. മിനുമിനെ മിന്നണ പൂങ്കിളി മുഞ്ചിൽ കനീവളാണോ, ഉടല് തിളങ്ങണ ഹൂറിനി 14 രാവാണോ. മഹറില് മരതകമേറി വരും താളം മേലേ താളം മേളം നിക്കാഹിനാഘോഷമായി ആടാം പാടാം സൽക്കാര സംഗീതമായി. മിനുമിനെ മിന്നണ പൂങ്കിളി മുഞ്ചിൽ കനീവളാണോ, ഉടല് തിളങ്ങണ ഹൂറിനി 14 രാവാണോ. രക്ഷയില്ലാത്ത പാട്ട്. ഇപ്പൊ പറഞ്ഞ സത്യാട്ടോ, ഞാൻ കേട്ടിട്ട് പുള്ളിന്റെ പാട്ട് പാടലാണ്. ഇവന് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇവന് അർജിത് സിംഗിന്റെ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നത്. പൊതുവെ സ്റ്റേജിൽ ചെല്ലുമ്പോൾ ഞങ്ങളിപ്പോൾ ഈ അടുത്തൊരു ഓസ്ട്രേലിയൻ ന്യൂസിലാൻഡ് ടൂർ ഉണ്ടായിരുന്നു. ഒരു മാസത്തിനടുത്ത് ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു 9-10 ഷോ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇവനെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇവന്റെ അടുത്ത് നിന്ന് അർജിത് സിംഗിന്റെ പാട്ടാണ്. അപ്പൊ അർജിത് സിംഗിന്റെ പാട്ട് പാടിയാൽ ഇവന് പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ പാടണ്ടെന്ന് പറയും. അപ്പൊ മാപ്പിള പാട്ടൊന്നും അർജിത് സിംഗിന്റെ ഇപ്പൊ തും ഹി ഹോ ഇപ്പൊ എനിക്ക് നോട്ടീസ് വന്നു അർജിത് സിംഗിന്റെ ഓഫീസിൽ അത് പാടുന്നത്. അയാളൊക്കെ കൂടുതൽ ഇപ്പൊ ഞാനാണ് പാട്ട് പാടിയേക്കണേ. ഭയങ്കര രസമായിട്ട് പാടാറുണ്ട്. പക്ഷെ അത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നില്ല, കാരണം ക്ലീശ ആയി പോലെ വീണ്ടും അങ്ങനെയുള്ള പാട്ടുകൾ ഇവൻ നല്ല ഭംഗിയായിട്ട് പാടി തുടങ്ങും. എല്ലാ ടൈപ്പ് പാടും. പിന്നെ ഞാൻ ഞങ്ങൾക്ക് ഇനി അടിച്ച് താഴത്തേക്ക് ഇട്ടാലും അവൻ കയറി വരും വീണ്ടും അതിനകത്ത്. പറയാനുള്ളത് വെച്ചാല് ഈ റഫീഖ് റഹ്മാൻ എന്ന് പറയുന്ന സിംഗർ ഭയങ്കര പെർഫോമറാണ്. നമ്മള് അറിയാലോ, ഒരു രക്ഷയില്ലാത്ത ക്രൗഡ് പുള്ളറാണ്. നമ്മള് കുറെ സംഗതികൾ പാടിയിട്ടോ അതല്ലെങ്കിൽ കുറെ കഴിവ് തെളിയിച്ചിട്ടൊന്നും കാര്യമില്ല. ഓഡിയൻസിന് വേണ്ടത് എന്താണോ അത് കൊടുക്കുന്ന ഒരാളാണ്. ജനത്തിന് അതാണ് ആവശ്യം. സ്റ്റേജിനെ ഇളക്കി മറിക്കും. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏത് പാട്ടായില്ല, സിനിമാ പാട്ടാണെങ്കിലും അല്ല മാപ്പിള പാട്ടാണെങ്കിലും സ്റ്റേജ് ഇളക്കണമെങ്കിൽ അവരാ വന്നിരിക്കുന്ന 3 മണിക്കൂർ നമ്മുടെ അടുത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് പുറത്തും പ്രവാസികളായിട്ടുള്ള എല്ലാവരും അവരാ 2-3 മണിക്കൂർ ആ ഒരു മാസത്തെ ചിലപ്പോൾ സ്ട്രെസ് ആയിരിക്കും. അപ്പൊ നമ്മളവിടെ നിന്ന് അവർക്ക് കൊടുക്കേണ്ട എൻജോയ്മെന്റ്, നല്ല പാട്ടുകളും കൊടുക്കാം, പെർഫോമൻസ് സോങ്ങും കൊടുക്കാം, അവർക്ക് എൻജോയ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ. ശരി, അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് ഇപ്പോൾ ഒരു 20 വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രി, മ്യൂസിക് ഇൻഡസ്ട്രിയിലുണ്ട്, സ്റ്റേജിലും. 20 പോരല്ലോ, ഞാൻ 20 വെറുതെ എനിക്ക് അത്രയും പ്രായമായിട്ടുള്ളൂ. ഇവന് ഏകദേശം എന്നെക്കാട്ടും 3-4 വയസ്സ് കുറവുള്ളൂ. അല്ല, ഞാൻ 20
അതെങ്ങനെയാവുന്നു? ഞാൻ തന്നെ 2008 വന്നു. ഞാൻ 2004 വന്നിട്ടുള്ളൂ. എനിക്ക് നമ്മൾ 4 വർഷം വ്യത്യാസമുള്ളൂ. നീ ഉദ്ദേശിക്കുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കും നമ്മൾ ഭയങ്കര പ്രായ വ്യത്യാസമുണ്ടല്ലേ? അല്ല, ഞാൻ ആലോചിക്കുന്നത് കാരണം ഞാൻ ചെറുപ്പത്തിൽ TV-യിൽ ഇവരുടെ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തില്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത് 20 കൊല്ലം. 2010-11 അല്ലല്ല, 2010 ഞാൻ ജയ്ഹിന്ദിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. നമ്മുടെ റിയാലിറ്റി ഷോയിൽ നമുക്ക് ഫിക്സ് ചെയ്യാം 20 വർഷം. വർഷമായിട്ട് ഇപ്പോൾ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എങ്ങനെയുണ്ട് ആ ഓഡിയൻസിൻ്റെ ഒരു ചേഞ്ച്? കാരണം പണ്ടത്തെ ഒരു ഓഡിയൻസ് 20 വർഷം മുമ്പ്, അതിനുശേഷം ഇപ്പോഴത്തെ ഒരു 2K25 നിൽക്കുക, ഇപ്പോഴത്തെ ഒരു ഓഡിയൻസ് ചേഞ്ച് ആയി. നമ്മൾ ചേഞ്ച് ആയിട്ടില്ലെന്നുള്ളൂ. പക്ഷെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഈ ഫീൽഡിൽ ഇപ്പോഴും മീൻസ് ഒരുപാട് പ്രായം എന്നല്ല ഉദ്ദേശിച്ചത്, ഇത്രയും വർഷം എക്സ്പീരിയൻസ് നിൽക്കാൻ പറ്റുന്നത് ഈ ഒരു അനുസരിച്ച് നമ്മൾ മാറുന്നതുകൊണ്ടാണ്. ഓഡിയൻസ് മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2K പറഞ്ഞല്ലോ, 2K അവർ ഭയങ്കര ഡിഫറൻസാണ്. എത്രയൊക്കെ പറഞ്ഞല്ലോ അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ് നല്ല മൂഡിൽ പോകുന്നവരാ. എന്നാൽ നമ്മുടെയൊക്കെ ഒരു 90s 2000 കിഡുകളൊക്കെ 80s 90s കിഡുകൾക്ക് ആവശ്യമുള്ള പാട്ടുകളുണ്ട്. അവരിപ്പോഴും അതേ പാട്ടിൽ എൻജോയ് ചെയ്യുന്നവരാണ്. പക്ഷേ വേറെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ ജനറേഷൻ്റെ പാട്ട് നമുക്കൊരു 2 വീക്സ് അല്ലെങ്കിൽ 1 മന്തിനുള്ളിൽ പോവുകയാണ്. അതായത് നമ്മൾ 90s 80s കിഡ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് രാഘവ മാഷിൻ്റെ ഒരു പാട്ട് കേൾക്കാം, നമുക്ക് സത്യം അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് കുറച്ചുകൂടി വന്നിട്ട് നമുക്ക് ജോൺസൺ മാഷിൻ്റെ പാട്ട് കേൾക്കാം, ഔസേബ് ബച്ചൻ സാറ്, ജാസി ഗിഫ്റ്റ്, ഇപ്പോൾ വന്നിട്ടുള്ള ഗോപി ചേട്ടൻ, ജയ്ക് ചേട്ടൻ, ഇനിയിപ്പോൾ നമുക്ക് സുഷിൻ ശ്യാമിൻ്റെ റാപ്പ് ആയിക്കോട്ടെ, എന്ത് ജോണറും ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി അങ്ങോട്ട് ബാക്കിലോട്ട് പോകാൻ പറ്റില്ല. അവർക്കത് അതൊക്കെ അവർക്ക് ദഹിക്കില്ല. എങ്കിലും ഒരു മോസ്റ്റ്ലി അങ്ങനെയാണ്. ലിറിക്സിന്റെ ഒരു സ്റ്റൈൽ തന്നെ മാറിയില്ലേ ഇപ്പം? പണ്ടത്തെ നമുക്ക് ഓർമ്മ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിന്റെ റൂട്ടേ മാറി. ചില സ്റ്റേജിൽ അതിനുവേണ്ടി ഇപ്പൊ നമ്മളിപ്പോ നടക്കുന്ന ഗാനമേള എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പോലും അല്ലാത്ത സ്റ്റേജ് ഷോകൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റാപ്പ് തന്നെ നടക്കുന്ന സ്റ്റേജ് ഷോസ് ഉണ്ട്. പണ്ടതില്ലല്ലോ. ഇപ്പൊ അവരുടെ മാത്രം ഇപ്പൊ ലീഡിംഗ് ആയിട്ടുള്ള റാപ്പ് സിംഗേഴ്സിന്റെ മാത്രം ഷോ കോളേജുകളിൽ അതാണ് വെക്കുന്നത്. ഷോയിൽ അതങ്ങനെ ആയി. അത് കാണാൻ വരുന്നത് ഒരു 15 to 21 ഏജിലുള്ള പിള്ളേരായിരിക്കും. അല്ല മീൻസ് മോസ്റ്റ്ലി തുള്ളാൻ പോകുന്നത്. നമ്മൾ കാണാൻ പോകുന്നല്ല തുള്ളാൻ പോകും. അവർക്ക് എൻജോയ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. അവരാണ് അത് ബുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അതിനുശേഷം ആ സമയത്ത് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ഈ പാട്ടിൽ മിക്സ് ചെയ്യാറുണ്ട്. നമ്മുടെ എല്ലാ ഷോകളിലും ഇങ്ങനെയുള്ള പാട്ട് മിക്സ് ചെയ്ത് എല്ലാ പാട്ടും മിക്സ് ചെയ്യാണ്. അപ്പം നമ്മുടെ വിഷയം മാറിപ്പോണ്ട. നമ്മുടെ വിഷയം പെരുന്നാൾ. നമ്മൾ പാട്ട് സംഗീതത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ പല മേഖലകളും പറഞ്ഞു പോകും. ഒന്നറിയാൻ പാടില്ല, എന്നാലും വെറുതെ പറയാല. പെരുന്നാളാണ് ഇന്ന് ജനങ്ങൾ ആളുകൾ കാണാനെങ്കിലും നമ്മളെ പൊതുവെ ഒരു ആൾക്കാരുടെ മനസ്സിലൊരു ചിന്ത ഉണ്ട്, പ്രത്യേകിച്ച് മലയാളികളുടെ. എന്തെങ്കിലും കാര്യത്തെ കുറിച്ചിട്ടൊക്കെ പറയണമെങ്കിൽ അവർ പ്രായമായിട്ട് ആൾക്കാരാവണം. ഇപ്പൊ സംഗീതത്തെ കുറിച്ച് പറയണമെങ്കിൽ അല്ല, അത് ആധികാരികമായിട്ട് ഇപ്പൊ നമ്മളിപ്പോ എത്രയൊക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ ജോണറെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പോലും നിനക്ക് എന്തറിയാടാ എന്നുള്ള സാധനം വരും. ഏറ്റവും ഇഷ്ടപ്പെട്ട പെരുന്നാൾ വിഭവം പത്തിരിയും ബീഫും അല്ലേ? മെയിൻലി പത്തിരിയും ബീഫ്, നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി. ഇതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ വരുന്നത്, ഞങ്ങൾ പെരുന്നാളിനെ ഞങ്ങൾ ഞാനും പ്രദീപ് ബാബു, യാസർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ട്സ് 4-3 പേരുണ്ട്. ഞങ്ങളൊരു പാട്ടിറക്കിയിരുന്നു. അതായത് പെരുന്നാളല്ല, മലബാർ പലഹാരങ്ങൾ ഞങ്ങൾ ബാങ്കോക്കിൽ പോയപ്പോൾ ഒരു പാട്ട് ഷൂട്ട്, സെൽഫി എന്ന് പറഞ്ഞ പാട്ട്. സെൽഫി എന്ന് പറഞ്ഞ സംഭവം ഇറങ്ങിയ സമയത്ത് സെൽഫിനെ കുറിച്ച് എഴുതിയ പാട്ട്. ഇത് മലബാറിലെ പെരുന്നാളടക്കമുള്ള എല്ലാ അത് അതിനകത്ത് വരികളൊന്നുമില്ല, പലഹാരങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ. മുട്ടസുർക്ക എന്നാണ് ആ പാട്ടിന്റെ പേര്. നല്ല രീതിയിൽ ആ സമയത്ത് എല്ലാവരും ഒരു 10 വർഷമായി പാട്ടിറക്കിയിട്ട്. അപ്പൊ വീണ്ടും റീമിക്സ് നമ്മൾ ഇറക്കാൻ പോകാം. അപ്പൊ ആ ഒരു പാട്ട് നമുക്കൊരു ഓർമ്മ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലേ? അത് ഭയങ്കര മെമ്മറി. കാരണം എല്ലാവരും പറയാറുള്ള ഒരു പാട്ടിന്റെ കാര്യമാണ്. അതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വരികളില്ല. അന്നേരക്ക് അത് ഹിറ്റായില്ല. അന്നേരക്ക് ആ കാലഘട്ടത്തിൽ യൂട്യൂബ് ഇറങ്ങിയ സമയമായിരുന്നു. പക്ഷെ അന്നും ഒരു അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ പാട്ടാണ്. പക്ഷെ ആ വരികളിൽ ഇല്ലാത്തതാണ് അതിന്റെ പ്രത്യേകത. പലഹാരത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ. ശരി, അത് യൂട്യൂബിൽ കിടപ്പുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും റീൽസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീച്ച് കിട്ടാൻ പാടാം. അങ്ങനെ ഓർമ്മ പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കുറച്ച് അത് അൽസ അൽസ കിൽസ കിൽസ പുസുറ പുസുറ നസാര നസാര ഓമന പത്തിരിക്കായി പോള കോയിക്കാല് ഒമാൻ പത്തിരി കടല പോള ഉന്നക്കായ മക്രോണി ഏലാഞ്ചി കക്കറൊട്ടി മുട്ട സുറുക്ക മുട്ടമാല മുട്ട സുറുക്ക.
അതാണ് ആ പാട്ടിന്. വേണ്ട കൊതിയാവുന്നു. അതെ, അതിങ്ങനെ അതിനകത്ത് വിഷ്വൽ അങ്ങനെയാ, കുറേ പലഹാരം നോയമ്പ് സമയത്ത് ഇങ്ങനെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടാവും. സംഭവം തന്നെ കേട്ടോ നിങ്ങള്. അതെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഫ്താർ കിട്ടുന്ന മറ്റേ പലഹാരം കിട്ടുന്ന തലശ്ശേരി കോഴിക്കോട് കടകളുണ്ട്, എറണാകുളത്തുണ്ട്. അവിടെ പോയിരുന്നിട്ട് അവരുടെ മെനു എടുത്തിട്ട് ആ മെനു ഒന്ന് ഇങ്ങനെ എഴുതി വെക്കും. അവരുടെ മെനു ഒരു രക്ഷയല്ല. മലബാർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അങ്ങനെ യാസറും പ്രദീപും കൂടി അങ്ങനെ ഞങ്ങൾ 3 പോയിരുന്നിട്ട് പരിപാടിയായിരുന്നു. അത് കുറേ ദിവസങ്ങൾ എല്ലാ കടകളിലും കഴിച്ചിട്ടുണ്ടാവുമല്ലോ. കുറെ കഴിയും കഴിച്ചാണ് പാട്ട്. ഞങ്ങൾ സത്യം പറഞ്ഞു, ഞാൻ ഇവൻ പറഞ്ഞ പോലെ സെൽഫി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടാക്കാനും വേറൊരു പാട്ടുണ്ടാക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ചായ കുടിക്കാൻ പോകുന്ന കടകളിലാണ്. അപ്പൊ അവിടെ ചെന്ന് പറയുമ്പോൾ നമുക്ക് അതിന് മുമ്പ് ഈ പുതിയൊരു പാട്ടിരിക്കല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താണ്. അപ്പോഴാണ് പെരുന്നാൾ വരുന്നത്. അങ്ങനെ അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് പറഞ്ഞത്. ഇപ്പം നമ്മൾ ലിറിക്സിനെ പറ്റി പറഞ്ഞല്ലോ. നമ്മൾ ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് നിന്ന ഒരാളാണ്. അപ്പം ലിറിക്സ് ഒക്കെ കാണാതെ പഠിച്ചിട്ടാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഗ്രൂമറായി നിൽക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ പങ്കെടുത്ത ഒരു ഷോയിൽ അതിൻ്റെ ഫിനാലയിൽ എത്താത്തതിൻ്റെ കാരണം തന്നെ ലിറിക്സ് മറക്കണം. ഞാനൊരു 60 പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ ഞാൻ 30 പാട്ടിൻ്റെ ലിറിക്സ് ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു സ്റ്റേജിൽ ഒരു പാട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ലിറിക്സ് തെറ്റരുത്. പാട്ടിലെ ഫീല്, ഓരോ വാക്കുകളിലെയും ഫീല്, ആ പാട്ടിൻ്റെ ആകത്തുക, ഇതിനെല്ലാം പുറമെ നമ്മൾ പ്ലസൻ്റായിട്ട് നമ്മൾ അത് പ്രസൻറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ജഡ്ജസ് നമ്മളെ പാട്ടിനെ പറ്റി എഴുതുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് ഭയങ്കര ഒരു പ്രോസസ്സാണ്. ഈ റിയാലിറ്റി ഷോ സ്റ്റേജിൽ കാരണം വരി എന്ന് പറയാം, അത് നമ്മൾ ഒരു വരി പാടുമ്പോൾ അപ്പത്തിന് നമ്മൾ അടുത്ത വരി നമ്മൾ ഇപ്പുറത്തെ ഫോൾഡറിൽ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പാടുന്നത്. നമ്മുടെ മാപ്പിളപ്പാട്ടിൽ തന്നെ പലതരം പാട്ടുകളില്ലേ, ഒരു ടൈപ്പ് ഓഫ് പാട്ടുകൾ. അതിൽ ഈ കോമഡി പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടോ? അല്ല, പുള്ളി പാടുമ്പോൾ അത് കോമഡി പാട്ടുകൾ, ശരിക്കും കോമഡി പാട്ടുകളുണ്ട്. മറ്റേ കുറെ കോമഡി പാട്ടുകൾ ഇറങ്ങിക്കുന്ന പണ്ട് കാലങ്ങളിൽ. ഇപ്പൊ അങ്ങനെ കോമഡി പാട്ട് ഇറങ്ങുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെ ഇറങ്ങണില്ല. കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ ഇറങ്ങണ പാട്ടുകൾ കോമഡിയാണ്. അത് മറ്റേന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ മറ്റേ കണ്ടം വെച്ചൊരു കോട്ടാണ്, അങ്ങനത്തെ പാട്ടുകളൊക്കെ അല്ലേ പഴയ. അതൊക്കെ പിന്നെ കുറെ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, സാഗരം എന്നൊക്കെ പറയുന്നത് പോലെ. അതായത് കിസ്സപ്പാട്ടുകളുണ്ട്, പടപ്പാട്ടുകളുണ്ട്, കോമഡി പാട്ടുകളുണ്ട്, ഒപ്പന പുൽക്കളി പാട്ടുകളുണ്ട്, ഇതുപോലെ എന്താ പറയാ കത്തുപാട്ടുകൾ. അപ്പൊ നമുക്ക് എന്തായാലും മാപ്പിളപ്പാട്ടിനെ കുറിച്ചല്ലേ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കൊരു മാപ്പിളപ്പാട്ടിനെ കേട്ടാലോ. മക്കാ മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടേലും ആരംഭമുത്ത് റസൂല് കണ്ടു, മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാരഭൂവി കണ്ടു, അറിവിൻ്റെ കേദാരഭൂവി കണ്ടു. ഏകദേശം ഒരു 20-25 സിനിമയിലോട്ട് പാടിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമ മോഹം അല്ലെങ്കിൽ അത് തന്നെയായിരുന്നോ ഒരു കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹം? എല്ലാ സിനിമയിൽ പാടണം എന്നുള്ള ഇതിനുപരി നല്ലൊരു പാട്ടുകാരനാവണം എന്നുള്ള ഒരു അതിപ്പോൾ നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ചാനലിൽ പാടുമ്പോഴാണെങ്കിലും നമ്മളെ പാട്ട് കേട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു പാട്ടുണ്ടാകുമ്പോൾ നമുക്കത് തന്നെ ആ ഉള്ളിൽ നമ്മൾ ശരിയാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, വിച്ച് മീൻസ് നമ്മളെ പാട്ട് നല്ലതാണ് എന്ന് ഉള്ളൊരു ഇതുണ്ട്. അതല്ലാതെ സിനിമയിൽ പാടണമെന്ന് പിന്നീട് സിനിമയിൽ പാടൽ നമുക്ക് ഒരു അഭിവാജ്യ ഘടകമായി പോയി. അതായത് നമുക്ക് ഇൻഡസ്ട്രിയിൽ ഇവിടെ നമുക്ക് നിൽക്കണമെങ്കിൽ ഇപ്പോൾ അതൊരു പരിധി വരെ മാറിയിട്ടുണ്ട്, വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ പാട്ടുകൾ ഏത് പാട്ട് പാടിയെന്ന് പോലും പാട്ടിട്ടായാൽ മാത്രമാണ് സിനിമയിൽ പാടിയ എല്ലാ ഗായകനെ തിരിച്ചറിയുള്ളൂ. 100 സിനിമയിൽ പാടിയാൽ പോലും ഞാൻ പാടിയൊരു പാട്ട് ഹിറ്റായാൽ മാത്രമാണ് എന്നെ തിരിച്ചറിയുള്ളൂ. അതെ, തീർച്ചയായും. എന്നിട്ട് പോലും ചിലപ്പോൾ നമ്മളിപ്പോ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അയ്യോ ഇത് ഇദ്ദേഹം പാടിയ പാട്ടായിരുന്നോ എന്ന് പോലും ചിന്തിച്ചു പോകുന്നുണ്ട്. ഇപ്പോഴാണ് അതിലൊരു മാറ്റം വന്നത്. ഇപ്പോൾ ഒറിജിനൽ മ്യൂസിക്സ് ഒക്കെ വന്നപ്പോൾ, ഒറിജിനൽസ് അതായത് ഓൺ കമ്പോസിഷൻസ് അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് സ്വന്തം പാട്ടുകൾ പാടി. ഇപ്പോഴാണ് അതൊന്നും വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇനിയുള്ള ജനറേഷൻ, ഇപ്പോഴുള്ള ജനറേഷനൊക്കെ ഇനിയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു മേഖല തന്നെ വേണമെന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ സിനിമകളിൽ തന്നെ പാട്ടുകളുടെ സാന്നിധ്യം കുറഞ്ഞു തുടങ്ങി. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാട്ട്. 14 രാവിന്റെ പിറ പോലെ വന്നല്ലോ, പനിനീരിൻ കടവത്ത് കുടമുല്ല പൂത്തല്ലോ, മണിമുത്തും പൊന്നിന്റെ ഉടവാണുമുണ്ടല്ലോ, മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ, മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ളപ്പഞ്ഞി കുപ്പായം, വെള്ളിച്ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ, മുല്ലപ്പൂവിൻ ചേലൊത്ത വെള്ളപ്പഞ്ഞി കുപ്പായം, വെള്ളിച്ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ,
ദിൽ ദിൽ സലാം സലാം ബിൻ മുഹമ്മദ് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ ദിൽ ദിൽ ജാസിം ഖാലിദ് അൽ മുബാറക് സലാം സലാം യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ. ഈ ഒരു സമയത്ത് ഇപ്പോൾ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണല്ലോ, ഒരു ഫെസ്റ്റീവ് സീസണും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നോമ്പൊക്കെ എടുക്കാനുള്ള സമയം കിട്ടാറുണ്ടോ? അത് ആക്ച്വലി നോമ്പെടുക്കാൻ സമയം കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ബിസി ആയിരിക്കുമ്പോൾ ഇല്ല, അങ്ങനെയൊന്നും ഒരുപാട് യാത്രകൾ വരുന്ന റമദാനിൽ നമ്മൾ കൂടുതൽ പ്രോഗ്രാംസ് കുറയ്ക്കും. ഇനിയിപ്പോൾ ഈവൻ ഈ വർഷം എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും, കാരണം എക്സാം ടൈം ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും മാർച്ച് മാസം എന്ന് പറയുന്നത് പൊതുവെ എക്സാം ടൈം മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് നോയമ്പും കൂടി ആയി കഴിഞ്ഞപ്പോൾ പൊതുവെ കുറവാണ്. പിന്നെ എങ്കിലും അങ്ങനെയല്ല നമ്മൾ എടുക്കാറില്ലെന്ന് പറയാം, അങ്ങനെ വേണം പറയാൻ. പക്ഷേ പ്രോഗ്രാം ഉണ്ടോ ഇല്ലെന്നല്ല കാണുന്ന ആൾക്കാർക്ക് നമ്മൾ കുറച്ച് പിന്നെ വേറെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 7 മണിക്ക് ശേഷമുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മൾ 6:30 ആകുമ്പോൾ നോയമ്പ് തുറന്നിട്ട് സ്റ്റേജിൽ കയറുന്ന അനുഭവം എനിക്കെപ്പോഴും ഓർമ്മ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഇതേമാതിരി ഉത്സവത്തിൻ്റെ ടൈമിൽ ഞാൻ മുന്നേ പ്രോഗ്രാം എടുത്ത് റമദാനിലെ പ്രോഗ്രാം. അത് നമ്മൾ ഡേറ്റ് ഒന്നും നോക്കില്ലല്ലോ, ഇത് റമദാനിലാണ് ഈ പ്രോഗ്രാം, കുറേ മുന്നേ എടുക്കുന്നതല്ല. ഇപ്പോൾ ഒരു അമ്പല പരിപാടി എടുത്ത് ഇത് തുടങ്ങുന്നത് അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത് പരിപാടി തുടങ്ങുന്നത് 2 മണിക്കാണ്, രാത്രി 2 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. റമദാൻ മാസമാണ്. അങ്ങനെ ലാസ്റ്റ് ഞാനവിടെ വേൽമുരുക പാടുമ്പോൾ വാങ്ങിക്കൊടുക്കുക. ഞാനെന്നിട്ട് അത് കഴിഞ്ഞ് അപ്പം അതിന് മുന്നേ പോയിട്ട് ഞാൻ മറ്റേ വെള്ളമൊക്കെ കുടിച്ച് ബാക്കി പരമാവധി ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ആലോചിക്കുക. അത് ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞ് വന്ന് നിസ്കരിച്ച് വീട്ടിൽ പോയി. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവൾ പ്രതീക്ഷിക്കണില്ല അങ്ങനെ. മിക്ക സമയങ്ങളിലും നോയമ്പ് സമയത്ത് നമുക്ക് പ്രോഗ്രാംസ് അമ്പലങ്ങളിലും പള്ളികളിലും പ്രോഗ്രാമിന് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് ചില 1-2 സ്ഥലങ്ങളിൽ തന്നെ അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ 6 മണി 7 മണി തുറന്ന് 8 മണി ആയിരിക്കുമല്ലോ. മിക്ക സ്ഥലങ്ങളും അതിനുള്ള നമ്മൾ പറഞ്ഞപ്പോൾ അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തരുന്ന ആൾക്കാരാണ് ഈ പ്രത്യേകിച്ച് ക്ഷേത്ര കമ്മിറ്റിക്കാർ. ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ്. അത് 2 പള്ളികളിലും അമ്പലങ്ങളിലും പോയി നമ്മൾ നോയമ്പ് തുറന്നിട്ടുണ്ട്. സത്യമാണ്. അത് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടത്തിൽ സിംഗർ നോയമ്പാണ്. അപ്പോൾ 7 മണിക്ക് പോരാൻ മണി നമുക്ക് അതിനുള്ള സാധനം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ തന്നെ വെള്ളവും മറ്റുള്ള സാധനം സെറ്റ് ചെയ്യും. പള്ളികളിൽ ചെന്നാലും ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ ഈ നോമ്പിന് ഈ 3ാമത്തെ നോമ്പിനെ കണ്ട് എനിക്ക് ഇവിടെയാണ് പ്രോഗ്രാം. ഇവിടെ കൊയിലാണ്ടി ഭാഗത്ത് ഒരു അമ്പലത്തിലാണ് പ്രോഗ്രാം ഉത്സവത്തിന്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് കമ്മിറ്റിക്കാരുടെ റൂമിൽ വീട്ടിൽ കൊണ്ടെത്തി അവരെന്നെ നമ്മളെ ഇറക്കുമല്ലോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ബൈക്ക് ഒപ്പിച്ച് തരാണെങ്കിലേ ഞാനൊന്ന് ഇവിടെ അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് ഞാനൊന്ന് നോമ്പ് തുറന്നിട്ട് നോമ്പുണ്ടോ അത് പറയണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വീട്ടിൽ കാലുകൊണ്ട് വയ്യാത്തൊരു അമ്മയാണ്. ബാക്കി പിന്നെ പിള്ളേർ കമ്മിറ്റിക്കാരാണ്. അവർ പിന്നെ ഉത്സവത്തിൻ്റെ തിരക്കിൽ അവർ പോയി. അപ്പോൾ ഈ പ്രായമായിട്ടുള്ള അമ്മ അവരൊക്കെ വിളിച്ച് പറഞ്ഞ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇതാക്കി. അപ്പോൾ ഇത് ആ വീട്ടിൽ വിളക്ക് കത്തിക്കേണ്ട സമയമായി. അപ്പം അപ്പോൾ വിളക്ക് കൊണ്ടുവന്ന് പോകുമ്പോൾ വിളക്ക് ഈ പറഞ്ഞതുപോലെ അവിടെ വെച്ചിട്ടാണ് നമുക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വിളക്ക് വെക്കേണ്ട സമയം അത് കുഴപ്പമില്ല, അത് ഒരു 20 മിനിറ്റ് നേരം വൈകിയാലും അത് പ്രശ്നമല്ല. അത് എന്നിട്ട് നമുക്കെല്ലാം ശരിയാക്കി എന്നിട്ട് പുള്ളിക്കാരത്തി പോയിട്ട് വിളക്ക് വെച്ചു. അതൊരു വല്ലാത്തൊരു നമുക്ക് ഇതൊരു മാപ്പിളപ്പാട്ട് ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോ ചെയ്യുന്നത് അമ്പലം പള്ളികളിലാണ്. അറിയാലോ, മുസ്ലിംസ് വിഭാഗത്തിൽ ഗാനമേള അല്ലെങ്കിൽ സ്റ്റേജ് ഷോ പാട്ടുകൾ കുറവില്ല, നമുക്ക് ലിറ്ററലി ഇല്ല. നമ്മൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോഗ്രാം അല്ല, നമുക്ക് പള്ളികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള മ്യൂസിക്കൽ പ്രോഗ്രാംസുകൾ അതിന്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് പറയാനോ മറ്റു കാര്യങ്ങൾ പറയാനോ ആരുമല്ല. പൊതുവെ നമ്മൾ ജീവിക്കുന്നത് അമ്പലങ്ങളിലും പള്ളികളിലും ഗാനമേള കൊണ്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിലെ പള്ളികളിലെ പ്രോഗ്രാംസ് വളരെ കുറവാണ്. 2% ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവും. പണ്ടുകൂടി അങ്ങനെയാണ്. അപ്പൊ നമ്മൾക്ക് പാട്ടുകാരെ എല്ലാവരും ഇപ്പൊ നമ്മൾ മുസ്ലിം നാമധാരികളാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ഷോ ചെയ്തിരിക്കുന്നത് നമ്മൾ വിളിക്കുന്നതും പള്ളികളിലാണ്. ചില അമ്പലങ്ങളിലെ പരിപാടിക്ക് ചിലപ്പോൾ ആ ഷോയ്ക്ക് പാടുന്നത് 5 പേരെടുത്ത് 5 പേരും നമ്മൾ മുസ്ലിംസ് പേരുള്ള 5 അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒക്കെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത് നമ്മുടെ കേരളത്തിൽ മാത്രം എനിക്ക് തോന്നുന്നത് നമ്മുടെ അറിവിൽ നടക്കുന്ന ഒരു കാര്യമാണ്.
കാരണം അത്രയും ഇപ്പോൾ നമ്മൾ ഇന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാ അമ്പലങ്ങളിലെ ഷോയുടെ ഫോട്ടോ ഇടുമ്പോൾ ഈ ഫോട്ടോ ഇടുമ്പോൾ നമ്മൾ തന്നെ ഞങ്ങൾ തമാശക്ക് പറയും. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് പള്ളികളിലെ അമ്പലങ്ങളിൽ നിന്നാണ്. കാരണം അതിൽ നിന്നാണ് നമുക്ക് വരുമാനം. നമ്മൾ ജീവിക്കുന്ന മാർഗത്തിന്റെ നമ്മൾ ഇത്രയും കാലം ജീവിച്ച 20 വർഷത്തിൽ പകുതി നമ്മുടെ സമ്പാദ്യം ഭക്ഷണം കഴിച്ചതും അമ്പലം പള്ളിയും തന്നെയാണ്. ആ വരുമാനത്തിന്റെയാണ്. അവിടെ നിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ഒരുപാട് ഷോയ്ക്ക് കയറിയിട്ടുള്ളത്. അത് ഈ കേരളത്തിൽ അത് പ്രത്യേകിച്ച് ഈ ദിവസം ഈ ഒരു കാലഘട്ടത്തിൽ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് നമുക്ക് പറയുമ്പോൾ നമുക്ക് ഇനി ഒരു പാട്ടും കൂടെ കേട്ടാം. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊരാ തേനോരിടും മിശലായി ഞാൻ. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊര തേനോരിടും മിശലായി ഞാൻ. ചെഞ്ചുണ്ടിൽ 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 ചേർന്നു, ചെഞ്ചുണ്ടിൽ 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 ചേർന്നു, കാണാനോരോ വഴി തേടി കാണും നേരം മിഴിമൂടി. ഓമലേ നിന്നിലയോ നാണമായി വഴുതിയില്ലയോ, പുന്നാരം ചെറിയമഴകിലവളിലൊരു കടലായി, കിന്നാരം പുറയിലറിയവളിലറിയും ഒരു മഴയായി, കളിചിരി നിറവുകൾ കണിമലരിതളുകൾ വിടരുവതരുമയില. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു വൈൻഡ് അപ്പ് സോങ് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളി ഒരു പാട്ട്. സംഘൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണതിങ്കൃത തിമികിടമേളം തകസം സരി സരിഗമ തക്കിട ദിന്ദിമി താളങ്കൃത താളം. സംഘൃതമോട് തിരു സ്വർഗനകർക്ക് തഞ്ചത്തെ സുന്ദര ഹുറുന്നിസ ചിത്രമുത്തര കഞ്ചത്തെ പിൻകതിരോനോ പിൻപഴങ്കതിരോനിൻ മുഞ്ചത്തെ പിണ്ടിടൽ മൊഴി വര സംഗതി കൊണ്ടൊരു തഞ്ചത്തെ ഉണ്ണുന്നേ മുടി പണ്ടര കൊത്ത കറുപ്പ് വിരുപ്പം മിന്നുന്നേ, മൂടഞ്ഞിട്ട കുനത്തത് കെട്ടഴിച്ചിട്ടാൽ പിന്നുന്നേ, അണപേടുൽ മാടം പാടി വര സുത്ത കമാനിൽ വള പൊത്ത മീഗാന സാലം വട്ടത്തിൽ വതർ മട്ടത്തിൽ മുഖ തകതകം തങ്കത്തതികീട ത്രിതികീട സംസരിതം ഇല്ല തകതിമി താളം കൃത ജുംജുമൃതം സ്വർഗത്തലമിലെ പല ധുനി കളിച്ചിരി കുളലികൾ സംഘൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ തിങ്കൃത തിമികിടമേള തകസം സരി സരിഗമ തക്കിട ചത്ത കിങ്കിണ തിന്തിമി താളകൃത താളം. എന്തായാലും അടിപൊളി ഒരു റംസാൻ സ്പെഷ്യൽ ചെറിയ പെരുന്നാൾ എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. രണ്ടുപേരും നമ്മുടെ കട്ടയ്ക്ക് നമ്മുടെ ഈ ഒരു ദിവസം എൻജോയ് ചെയ്യിപ്പിച്ചു. താങ്ക് യു വെരി മച്ച് രണ്ടുപേർക്കും. ഒരുപാട് ആശംസകൾ, അതുപോലെ ഒരുപാട് ഷോസും പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ.